വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി അവശ്യ സാധനങ്ങൾ സംഭരിക്കുന്നതിന് കളക്ഷൻ സെന്ററുകൾ ആരംഭിച്ചു. എറണാകുളത്ത് വിവിധയിടങ്ങളിലാണ് കളക്ഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ അയക്കാമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കടവന്ത്ര റീജിയണൽ സ്പോർട്സ് സെന്ററിലും എറണാകുളം ടൗൺ ഹാളിൽ കിലയുടെ നേതൃത്വത്തിലുമാണ് കളക്ഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. ശേഖരണം തുടങ്ങിയപ്പോൾ തന്നെ നിരവധി ആളുകളാണ് ദുരിതമനുഭവിക്കുന്നവർക്കായി അവശ്യ വസ്തുക്കൾ നൽകുന്നത്. എറണാകുളം ജില്ലയിൽ 6 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിളിച്ചു നമ്മളോട് പറഞ്ഞത് ഞായറാഴ്ച ദിവസമാണെങ്കിൽ പോലും ഞങ്ങൾ രാത്രി 12 മണിക്ക് മുൻപ് എന്തായാലും ഞങ്ങൾ അവിടെ എത്തും. പലരും ഇന്നലെ രാത്രി 1 മണിക്ക് വരെയും ഇവിടെ സാധനങ്ങൾ എത്തിച്ചവരുണ്ട്. കുറേ യുവാക്കൾ അവർ കൃത്യമായിട്ട് ഇടപെടൽ നടത്തി ഇവിടെ ഒരുപാട് സാധനങ്ങൾ, ഇപ്പോൾ കുടിവെള്ളം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഇന്നലെ രാത്രി ഞായറാഴ്ച ദിവസം കടകൾ അവധിയാണെങ്കിൽ പോലും അവർ ഏതൊക്കെയോ കടകളിൽ ചെന്ന് അവരോട് സംസാരിച്ച് കടകൾ തുറന്നു വരെയും സാധനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. വയനാട്ടിലേക്ക് വേണ്ട അവശ്യ വസ്തുക്കൾ നിലവിലുണ്ടെന്നും സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ അയക്കാമെന്നും കളക്ഷൻ സെന്റർ സന്ദർശിച്ച ശേഷം മന്ത്രി പി രാജീവ് പറഞ്ഞു. പലയിടങ്ങളിലും അത്തരം മനസ്സോടുകൂടി തന്നെ വാഹനങ്ങളെടുത്ത് അവിടേക്ക് എത്തുമ്പോൾ ഇന്ന് രാത്രി തന്നെ ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ അവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കേണ്ട നിർബന്ധമായ കാര്യങ്ങൾക്ക് പല തടസ്സങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. വ്യക്തികൾ ചെറിയ സംഭാവനയാണെങ്കിൽ പോലും അത് വലിയൊരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന ധാരണയിൽ അവരുടെയും സംഭാവനകൾ ഇപ്പോൾ ഇവിടെ പലരും ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നത് QR കോഡ് ഉൾപ്പെടെ അതുപോലെ മറ്റ് അക്കൗണ്ട് ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാക്കനാട് ഇൻഫോ പാർക്കിലെ ജീവനക്കാരുടെ നേതൃത്വത്തിലും കളക്ഷൻ സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.